ഹായ് ഹലോ, ഇതൊരു ഡൽഹിയിൽ നിന്നും ഞങ്ങൾ ഫെബ്രുവരി 14 വാരണാസി നടത്തിയൊരു ട്രിപ്പാണ് കേട്ടോ. 15 രാവിലെ ഞങ്ങൾ വാരണാസിയിലെത്തി. നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കാരണം ഞങ്ങൾ അന്ന് വൈകുന്നേരം ഫ്രഷായിട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ് ഗംഗാരതി കാണാനായിട്ട്. ഒരു റിക്ഷയിലാണ് പോകുന്നത്, സൈക്കിൾ റിക്ഷ. ഒരു ചേട്ടനാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളെ. ഹോട്ടലിനടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ നടക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. വൈകുന്നേരമായിട്ടും 44 ഡിഗ്രി തന്നെയാണ് ചൂടിനൊരു കുറവുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവുക. അങ്ങനെ ഞങ്ങൾ ദശ്വാശ്രമേധ ഘട്ടിലാണ്. ഇവിടെയാണ് വൈകുന്നേരം ഗംഗാരതി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അത് കാണാനായിട്ട് വന്നതാണ്. ഭയങ്കര ക്രൗഡാണ്. ഞങ്ങളപ്പോൾ ഒരു ചെറിയൊരു ബോട്ട് സർവീസ് എടുക്കാമെന്ന് വിചാരിച്ചു, ചെറിയതായിട്ട്. കാരണം ഞങ്ങൾ ആകെ 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോട്ട് സർവീസിനായിട്ട് പോവുകയാണ്. 600 രൂപയുള്ളൂ കേട്ടോ, 2 പേർക്കും കൂടി. അതിൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ഒന്നുമല്ല, തൊണ്ടവേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം. പിന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ ബോട്ടിലിരുന്നതിനെല്ലാം കാണുവാണ് കേട്ടോ. ഒരുപാട് 1 അവറാണ് ഉള്ളത്. പിന്നെ ഭയങ്കര ക്രൗഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗംഗാരതി ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറേ നേരം ഗംഗാ നദിയിലൂടെ കുറേ നല്ല രീതിയിൽ ട്രാവലൊക്കെ ചെയ്തു. പിന്നെ കുറേ റീൽസൊക്കെ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്, ഈ സൈഡൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ കണ്ടു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ പക്ഷേ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ ഇതായിട്ട് പറഞ്ഞു തരണമെന്നും അറിയത്തില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗംഗാരതി കാണാനായിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഓൾറെഡി 600 രൂപ കൊടുത്തതിന് ശേഷം 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട് ഇരുന്ന് കാണാൻ പറ്റും. പിന്നെ ഈ ചേട്ടനായിട്ടോ ഞങ്ങൾ ബോട്ട് സർവീസിനെ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗംഗാരതി കാണാനായിട്ട്. അങ്ങനെ ഗംഗാരതിയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഗംഗാരതി കാണുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം നേരെ ഫുഡ് കഴിക്കാൻ പോകുന്ന രംഗമാണ് കേട്ടോ ഇത്. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് റൂമിൽ നിന്ന് ചുമ്മാ ബോറടിക്കുവാണ്. അപ്പം റൂമിലിങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇറങ്ങിയിരുന്ന ചൂട് കൊള്ളുവാണ്. റൂമിലിങ്ങനെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക, വേറെ പടിയൊന്നുമില്ല. അത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തൊക്കെ ഇറങ്ങി. അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അമ്പലത്തിൽ കയറി തൊഴുതിയതിന് ശേഷം പിന്നെ കാണാം. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും അവിടെ നിൽക്കുവാണ്. പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നല്ല രസമല്ലേ? ഞാൻ സത്യത്തിൽ ഈ ചുരിദാർ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് കുറേ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും സൈക്കിൾ റിക്ഷയിൽ തന്നെ കയറി. വൈകുന്നേരമായപ്പോൾ ഭയങ്കര തിരക്കാണ്. പതിയാണ് കേട്ടോ വണ്ടി പോണത്. നേരെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിട്ട് അന്ന് രാത്രി തന്നെയാണ് ഞങ്ങളുടെ ഡൽഹിയിലേക്കുള്ള ട്രെയിന്. ഞങ്ങൾ ആ ട്രെയിനിലൊക്കെ കയറി. ട്രെയിനിൽ കയറി പിറ്റേ ദിവസം നാളെ രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ഡൽഹിയിലെത്തും. അങ്ങനെ 2 ദിവസം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ തിരിച്ച് വീണ്ടും ഡൽഹിയിൽ വന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.